തെരഞ്ഞെടുപ്പിന് മുമ്പ് LDF-ൽ നിന്നും അതുപോലെ NDA-യിൽ നിന്നും പല ഘടകകക്ഷികളും, ഞാൻ പേരൊന്നും പറയില്ല, UDF-ലേക്ക് വരും. അതുകൂടാതെ 2016-ലും 2021-ലും ഞങ്ങളുടെ കൂടെ ഇല്ലാതിരുന്ന ഒരുപാട് സാമൂഹ്യ ഘടകങ്ങളും കൂടി ഞങ്ങളോടൊപ്പം ഉണ്ടാവും. ഞങ്ങൾ 100 സീറ്റിലധികം വാങ്ങിക്കണം എന്നുള്ള ടാർഗറ്റോടു കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. അതിൻ്റെ എല്ലാം ആത്മവിശ്വാസം. നിങ്ങളപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് എന്താ വിശ്വാസമെന്ന്. ഇതാണ് വിശ്വാസം. UDF എന്ന് പറയുന്നത് നിങ്ങൾ കരുതുന്ന ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം അല്ല, അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് UDF പോയി. അതാണ് അറിയേണ്ടത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിലെ ഒരു ആക്ഷേപം ഡൽഹിയിൽ ചെന്ന് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുമ്പിൽ കുനിഞ്ഞു നിൽക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അമിത്ഷാ എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒപ്പിട്ട് കൊടുക്കും. ക്യാബിനറ്റിൽ ആ ഒപ്പിട്ട് കൊടുത്തിട്ട് ക്യാബിനറ്റിൽ വന്നിട്ട് ഒപ്പിട്ട കാര്യം അവരോട് പറയാതെ അവരെ കബളിപ്പിച്ചില്ലേ CPI. അപ്പോൾ ഇടതു മുന്നണി ശിഥിലമാവും, ഒരു സംശയം വേണ്ട. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സമീപിക്കേണ്ട രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് UDF ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഞാൻ ഒറ്റയ്ക്കൊരു അഭിപ്രായം പറയേണ്ട ഒരാളല്ല, പറയാൻ പാടില്ല. കോൺഗ്രസ് ഒറ്റയ്ക്ക് പറയേണ്ടതല്ല, കോൺഗ്രസ് ആലോചിക്കും, ഞങ്ങൾ UDF-ൽ ആലോചിച്ച് തീരുമാനമെടുക്കുക. അതിൻ്റെ അല്ല, അതാണ് ഞാൻ പറഞ്ഞല്ലോ, CPM ആണ് അതിന് വളം വെച്ച് കൊടുത്തതും വഴിയൊരുക്കി കൊടുത്തതും എല്ലാം ചെയ്തു കൊടുത്തത്. CPM-ന്റെ ചിലവില്ല. ഞങ്ങളുടെ ഒരു വോട്ടും പോയിട്ടില്ല. വോട്ട് പോയിട്ടുണ്ടെന്ന് CPM ഒന്ന് തപ്പി നോക്ക്. പാർലമെന്റ് ഇലക്ഷൻ തൊട്ട് തപ്പണ്ടാണ്. ഇടതു മുന്നണി ശിഥിലമാവുന്ന പറഞ്ഞു, സീറോ ആവുന്നല്ല, ശിഥിലമാവും. രണ്ടും തമ്മിൽ വ്യത്യാസം. ശിഥിലമാവും. UDF കേരളത്തിലെ ഇപ്പം തന്നെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ അടിത്തറ വീണ്ടും വിപുലീകരിച്ച് 100-ലധികം സീറ്റ് കേരളത്തിൽ നേടാൻ പാകത്തിൽ ഉള്ള കരുത്തുറ്റ പ്രസ്ഥാനം. അതോടൊപ്പം LDF ശിഥിലമാവും. നമ്മളെന്തിനാ അങ്ങനെ? ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ എപ്പോഴും എന്തിനാ ആവർത്തിക്കുന്നത്, തിളക്കമാർന്ന വിജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകാമെന്ന് ചോദിച്ചാൽ പോവും, ഉറപ്പായിട്ട് പോവും. അല്ല, അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം തുടരട്ടെ, ഇങ്ങനെ തന്നെ പോട്ടെ. നന്നായാൽ നമുക്കല്ലേ ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ 2-3 മാസമുള്ളൂ, നന്നായാലുള്ള സമയമില്ല. അവർ നന്നായാൽ നമുക്കല്ലേ ബുദ്ധിമുട്ട്. നമ്മളെന്തിനാ വഴി പറഞ്ഞു കൊടുക്കണം? ഇനി ഞങ്ങൾ പറയാം, കേരളം നന്നാക്കാനുള്ള വഴികൾ ഞങ്ങൾ പ്രഖ്യാപിക്കും ജനുവരി. കേരളത്തിന് അടിസ്ഥാനപരമായ മാറ്റമുണ്ടാകുന്ന നിരവധി കാര്യങ്ങൾ കേരളത്തിൽ ഇന്നേ വരെ ഒരു മുന്നണിയും പറയാത്ത കാര്യങ്ങൾ കേരളത്തെക്കുറിച്ച് ഞങ്ങൾ പറയും. ഞങ്ങൾ 1.5 വർഷമായിട്ട് അതിനുവേണ്ടി, കേരളത്തിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ആദ്യമായിട്ടാണ് ഒരു മുന്നണി ഭാവി കേരളത്തെക്കുറിച്ചുള്ള നല്ലതായിട്ട് സംസാരിക്കാം. അത് ജനുവരി പറയാം. അത് എപ്പോഴേ തുടങ്ങി. ടീം UDF നിങ്ങൾ 2020-ലും 2015-ലും സാമ്പാർ മുന്നണിയായിരുന്നു മലപ്പുറത്ത്. UDF-ഉം LDF-ഉം അല്ല, മുസ്ലിം ലീഗും കോൺഗ്രസും CPM ഒക്കെ കൂടിയേ. പ്രാവശ്യം അതൊന്നുമില്ല. ഞാൻ നിങ്ങളോട് ടീം UDF എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന പല കാര്യം അപ്പം ഗൗരവത്തിലെടുക്കാറില്ല. അതാണ് പ്രശ്നം. ടീം UDF എന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല. എന്ന് മലപ്പുറത്ത് കണ്ടില്ലേ, ടീം UDF ആയപ്പോൾ ഒരാൾ വേണ്ട അപ്പുറത്ത്. CPM-ന് ഒരു സീറ്റില്ല ജില്ലാ പഞ്ചായത്തിൽ. അതാണ് ആ ടീം UDF-ന്റെ ഇഫക്റ്റ്. എറണാകുളത്തൊക്കെ സ്ഥിതി എന്താ? 3 അത് നോമിനേഷൻ തള്ളിപ്പോയതാ. ഒരെണ്ണം ഞങ്ങളുടെ നോമിനേഷൻ തള്ളിപ്പോയി. ശരിക്കും 2 സീറ്റാ. അതൊക്കെ ഇതിനൊരു സമയവും പ്രൊസീജിയറും കാര്യമുണ്ടല്ലോ. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എനിക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. ഇതൊക്കെല്ലാം കൂട്ടായ നേതൃത്വമാണ്. ഞങ്ങളുടെ കളക്റ്റീവ് ലീഡർഷിപ്പ് അല്ലേ, എല്ലാവരും ആലോചിച്ച് ചെയ്യുള്ളൂ. അതല്ല ഞാൻ പറഞ്ഞത്. തീരുമാനിക്കും, ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉൾപ്പെടെ ഉയർത്തിയായിരുന്നു മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച വോട്ടിംഗ് ദിനത്തിൽ പോലും. അതുൾപ്പെടെ അവർക്ക് ഗുണം ചെയ്തിട്ടില്ല എന്നുള്ളതല്ലേ? ആ വിഷയത്തിലേക്ക് അവരാണ് പ്രതിരോധത്തിലായത്. കോൺഗ്രസ്, ഞാൻ അപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, കോൺഗ്രസ് തല ഉയർത്തിയാണ് നിൽക്കുന്നത് അഭിമാനത്തിൽ. ആരാ പ്രതിക്കൂട്ടിൽ? സ്ത്രീലമ്പടന്മാർ എന്ന് ഞാൻ വിളിച്ചപ്പോൾ മന്ത്രിസഭയിൽ എത്ര സ്ത്രീലമ്പടനുണ്ടെന്ന് ഞാൻ ചോദിച്ചു.
MLA-മാരിൽ എത്ര LDF MLA-മാരിൽ എത്ര സ്ത്രീലംബരന്മാരുണ്ടെന്ന് ചോദിച്ചു, സ്വന്തം ഓഫീസിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. അതൊക്കെ ആളുകൾ കേൾക്കുമല്ലേ. അപ്പോൾ ആളുകൾ അതൊക്കെ എണ്ണി നോക്കി കാണും.